റെഡി തിരിയട്ടെ പിന്നോ പിന്നല്ല സംഭവം ചെറിയൊരു ഇന്റർ പ്ലെയിൻ ആയത് നടക്കുന്നില്ല. അതിന് മലയാളം ബാർബർ ഷോപ്പിൽ കറങ്ങുന്ന പോലെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ അതിന്റെ കുറച്ച് വീഡിയോകളാണ്, ടെക്നോളജി വീഡിയോ ഒന്നല്ല. അപ്പൊ ഇന്നത്തെ സംഭവം വെച്ചാൽ എന്റെ അനിയത്തി, അതായത് എന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, എന്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 18. എന്റെ ബർത്ത്ഡേ. ഓക്കെ, വേറെ ആരുതല്ല, എന്റേത് മാത്രമാണ്. പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഉണ്ട്. സോ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്റെ അനിയത്തിയും അതുപോലെ എന്റെ അമ്മയും കൂടി സ്പെഷ്യൽ കേക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലൊക്കെ പോണതിന് മുമ്പ് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് കാലിക്കറ്റിന് കൊച്ചിലേക്ക് അയച്ച ഗിഫ്റ്റ് ആണ്. സോ അത് ഞാൻ അയച്ചുതരാം. സംബന്ധിച്ച് ഇങ്ങനെ നടക്കണേക്കാട്ടിലും വളരെ സിമ്പിൾ ആയിട്ട് ഇതിലിങ്ങനെ പോകണം. അതുകൊണ്ടാണ് ഈ പോകേണ്ടില്ല. ഇതാണ് ഗിഫ്റ്റ്. എനിക്ക് 2 കൈ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ വേറെ ലെവലാക്കുമായിരുന്നെങ്കിൽ. ഇതാണ് ഗിഫ്റ്റ്. 2 ദിവസം മുമ്പ് ഇന്നലെ എത്തിയതല്ലേ? 2 ദിവസം മുമ്പ് എത്തിയാൻ തോന്നുന്നു. കണ്ടില്ലേ? എല്ലാം ഞാൻ തന്നെയാണ്. 2 പിക്കിലെന്റെ 3 പിക്കിലെന്റെ അനിയത്തി കുടുങ്ങിപ്പോയി. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഒന്ന് കാണിച്ചു കൊടുത്താൽ. കണ്ടില്ലേ? താങ്ക് യു ഇൻഷ. ഓക്കെ, ഇൻഷ എന്ന് പറഞ്ഞ കുട്ടി അയച്ചാണ്. സോ നിങ്ങൾക്കും ഇങ്ങനത്തെ ഓരോ ഗിഫ്റ്റുകളൊക്കെ അയക്കാം. ഓക്കെ, അപ്പൊ വീടിന്റെ ഫസ്റ്റ് സാധനം കാണിച്ചത് എന്താ വെച്ചാല് ഇത് കണ്ടില്ലേ? ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു എന്താ പറയാ, ഇതെന്തായിരുന്നു ഗ്രീൻ ആപ്പിൾ ടീ. ഗ്രീൻ ആപ്പിൾ എന്തൊരു സാധനമാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിപ്പോ ഒരു മാജിക് കാണിച്ചാ. ഗോ റെഡി 1 2 ഇതിന്റെ അമ്മ വാങ്ങിക്കൊണ്ടത് ഒരു ചെറിയ എന്താ പറയാ, ചെറിയ നല്ല രസമല്ല കുഞ്ഞു. കാരണം അടിപൊളിയാണ് കഴിച്ചു. ഇതിൽ വെള്ളമുണ്ട്, പക്ഷെ നമ്മള് എത്ര കുടിച്ചാലും തീരാത്ത ഗ്രീൻ ടീ എന്ന് വേണം പറയാം. ഗ്രീൻ എന്തോ ജ്യൂസ് അത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ ഇങ്ങനത്തെ 2 ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ അമ്മ എനിക്ക് എന്താ പറയാ ഗിഫ്റ്റ് ഉണ്ട്. അതായത് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കൊരു നല്ല ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഉണ്ടാവുണ്ട്. ഞാൻ പ്രൊഡ്യൂസർ മേ ബി കുറച്ച് ഞാനും ആയിരിക്കും. സംഭവം എന്താ വെച്ചാല് റെഡി 1 2 അതാണ് AC എന്ന് പറയാ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ AC എന്ന് പറയും. കൂളർ AC തന്നെ പറയും. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് താഴോട്ട് പോകണമെങ്കിൽ എന്റെ ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്ന് കാണിച്ചത്. അതായത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് സ്റ്റുഡിയോ സെറ്റപ്പ്. സോ അതിന് അപാരമായ വീഡിയോ ചെയ്യാൻ എനിക്ക് എന്തായാലും കഴിയില്ല. കാരണം കൈ ഇപ്പോഴും റെഡി ആയിട്ടില്ല. അപ്പോഴും ചെറിയ പേരൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. സോ കാണിച്ചത്. ഓക്കെ, ബർത്ത്ഡേ സെലിബ്രേഷൻ. സോ അനിയത്തിയും എമ്മയും കൂടി താഴത്ത് കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ താഴത്ത് പോയി നോക്കാം. ഓക്കെ, എന്തെങ്കിലും വൃത്തികെട്ട പരിപാടി ആയിരിക്കും മിക്കവാറും. അങ്ങനെയാണ്. എനിക്ക് കൈ പൊട്ടിയോണ്ട് ഞാൻ എന്താ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. സോ എന്താന്ന് ഒരു ഐഡിയ ഇല്ല. എന്താണ് എന്തെങ്കിലും ഒപ്പിച്ചിടായി? അയ്യോ, വളരെ പൊളി. ഞാൻ എക്സൈറ്റിംഗ് ആണ്. സോ നമുക്ക് നോക്കാം. അയ്യോ, ദാരിദ്ര്യം ആരോ കെട്ടി തൂക്കിയിട്ടുണ്ട്. കാര്യം അങ്ങോട്ട് നോക്കിയാ ആരോ കെട്ടി തൂക്കിയിട്ടുണ്ട്. അയ്യോ, എന്താണ് അതൊരാളെ കെട്ടി തൂക്കിട്ടല്ല. അതൊരു മോഡൽ ബലൂൺ മേടിച്ചതൊക്കെ പുളിയാ. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. സംഭവം ഉണ്ടാക്കിയതാണല്ലോ. വലിയ രസമൊന്നും കേട്ടോ സത്യം പറയാം. ഇത് രസമില്ലേ? അത് ഉമ്മ ഉണ്ടാക്കി. ഇതൊന്നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ സാധനം ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അതിന്റെതാ ഞാൻ ഉണ്ടാക്കിയതാ. ഇങ്ങനത്തെ ആ കഷ്ണൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് എടുക്കാന്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്കല്ലേ. എനിക്ക് വേറെ എന്തെങ്കിലും ടെക്നോളജി പരമായ സമ്മാനങ്ങൾ തരാമായിരുന്നു. അതൊക്കെ എന്ത് സ്മാർട്ട് കേക്ക്. ഇന്നലെ രാത്രി ഉമ്മി അനിയത്തി കൂടി ഉണ്ടാക്കിയ കേക്കാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. റെഡി 1 2 3. പറ്റില്ല, കാണുന്നതിന് മുമ്പ് പറയണം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ല, ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കാണട്ടെ. ഞാനും കൂടി ചേർന്നിട്ടുണ്ടാക്കാൻ. എല്ലാവരും ചേർന്നുണ്ടാക്കി കേക്കാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴാണ് കണ്ടത്? അല്ലെങ്കിൽ കാണിച്ചു. ഓക്കെ, ഇതാണ് സംഭവം. യോ, വാട്ട് ഈസ് ദിസ് ഓൾ? അതൊക്കെ കുറച്ച് ഇന്ത്യ ഡെക്കറേഷൻ ആയിട്ടൊക്കെ വരും. സംഭവം എങ്ങനെയായാലും ഡ്യൂഡെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മെഴുകുതിരിയാണ് ഇതിന്റെ മുകളിൽ. മെഴുകുതിരി അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാലോ. ഇവിടെ ബർത്ത്ഡേക്ക് ഞാൻ നല്ല അടിപൊളിയായി കേക്ക് വാങ്ങി ഇവരുണ്ടാക്കി. എന്താ മേടിക്കാത്ത അറിയോ?
ആ വെറുതെ ഷോപ്പിൽ മേടിക്കുന്ന അവരുടെ ഒരു കളറും അത് ഇതൊക്കെ ഇട്ട് എന്തിന് ഞങ്ങൾ ഉണ്ടാക്കുമ്പോ അത് നല്ലതല്ലേ? ഓക്കെ, അത് റെഡിയാണ്. ഇനി സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കട്ട് ചെയ്യണം, എന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അതിന്റെ മുമ്പ് കഴിക്കണ്ട കേക്ക് കേക്ക് കട്ട് ചെയ്യണം. ആദ്യം കട്ട് ചെയ്യാം. ഞാനിതെല്ലാം കത്തി തീരാനും വേഗം ഒന്ന് ഊതിട്ട് എന്താ പറയാ, എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല കാണിച്ചു തരമോ? ഓ കേക്ക് മുറിച്ചില്ലേ? കത്തി ഫ്രീ ആയിട്ട് ആ കത്തി ഇങ്ങ് തരൂ പ്ലീസ്. ആ വരൂ. എന്ത് തുറന്നോ? കുഴപ്പമില്ല. ഇത് പൊളിട്ടോ, ഇത് പൊളി. ഇതൊന്നായിട്ട് പണിയാക്കി കേക്ക് കട്ട് ചെയ്യാൻ പോലും അവസ്ഥയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പേടിച്ചിട്ട് അത് പൊട്ടിച്ചപ്പോ ഇത് ഇമ്മന്റെ പണിയാണ്. ഇമ്മച്ചിന്റെ കയ്യിലെല്ലാം കൂടി കൊടുത്തത് ഇയാണ് അല്ലേ? ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടത്. ഈ സോപ്പും കൂടെ ഒക്കെ മണക്കണ്. അതെ, ഇത് പൊളിച്ചില്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൂറെന്നെ. എനിക്ക് കേക്ക് കട്ട് ചെയ്യണമായിരുന്നു. കേക്ക് കട്ട് ചെയ്യണോ? കേക്ക് കട്ട് ചെയ്തോ? പൈസ കിട്ടുന്നുണ്ടോ? ഓ യാ മാ, നല്ല ഭംഗിയുണ്ട് ഇപ്പൊ എന്നെ കാണാൻ. ഇക്കാക്ക് രസല്ലേ? സാരല്ല കരയണ്ട. ഇതൊക്കെ ആ കുഴപ്പമില്ലമ്മ, ഒഴിവാക്കടി. അടന്നോട്ടെ. ഉമ്മച്ചിക്ക് ബാക്കി ഞാൻ കൊടുക്കും ഗൈസ്. ഇതിന് പ്രതികാരം ചെയ്തില്ല. കഴിക്കണം. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. 1 2 3. ഇത് എങ്ങനെ കട്ട് ചെയ്യാം? വി ഷേപ്പിലാണോ അതോ കട്ട് ചെയ്യണ എല്ലാം മൊത്തമായിട്ട് എടുക്കും ചോളെ? ദൂരത്ത് നിന്നുണ്ടായിരിക്കും. റെഡി? ഓക്കെ, കട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഉമ്മ ഉണ്ടാക്കിയ കേക്കാണ്. ഇതിന്റെ രുചി എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല. കട്ടി കൊറേ നൂലും കോൾഗേറ്റും എന്താ പറയാ ഈ ഷാമ്പും കാര്യങ്ങളൊക്കെ തലയിലായി. ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ, ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ഇതൊന്ന് പോക്കട്ടെ. അപ്പൊ നമ്മള് ഞാൻ കുളിച്ചൊക്കെ വന്ന് തലയിലൊക്കെ മറ്റേ സോപ്പിന് എന്തെങ്കിലും പേര് ആ സാധനം കുറെ സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തോരു മാതിരി. സോ അതൊക്കെ സെറ്റായി വന്നിരിക്കുകയാണ്. ഞാനിതാ പുതിയ വേറെ ടീഷർട്ട് നമ്മളെ സ്പൈഡർമാൻ സൂപ്പർമാൻ ഇതിന്റെ പേരെന്തേലും ബാറ്റ്മാന്റെ ഒരു സംഭവമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കൈ ഉണ്ടായിട്ട് കാണാത്തതാണ്. സോ ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലത്തെ പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചത് സ്വിമ്മിംഗ് പൂളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി കണ്ടിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ് ആയിരുന്നു. എന്റെ അമ്മ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എല്ലാത്തിനും മുടിഞ്ഞ ടേസ്റ്റാ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വീടും ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. വീടും പരിസരമൊക്കെ കാണിക്കും. സോ അത് കാണാം. ഓക്കെ, വീടാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാരും ചോദിക്കുന്നുണ്ട് വീട് കാണിക്ക്. സത്യം കമന്റ് നോക്കിയാൽ അത് എന്നെ ഉള്ളു കാണാനുള്ളത്. അപ്പൊ ഇനി എല്ലാരും കണ്ടു. ഇനി കാണിച്ചു തന്നില്ല ആരും പറയരുത്. ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ തല കുത്തനെ വീണത് കാണാം. റെഡി ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ, യാ പോട്ടെ. പോട്ടെ. അങ്ങനെ തന്നെ. പോ.
ഫുട്ബോൾ യാ അതന്നെ. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എവിടെയാണ് സ്ഥലത്ത്. ഞങ്ങളെ വീട്ടിലത്തെ എന്താ പറയുക ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടല്ല എന്തെങ്കിലും പാർക്ക് പോലെ ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പം ഇതിവിടെ വന്ന് കളിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങിയല്ലേ, കൈക്ക് പണി കിട്ടിയോണ്ട്. അല്ല പൊതുവേ ഞാൻ പുറത്തിറങ്ങിയല്ലേ, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളിലാണ് സേഫ്. നല്ല വെയിലാണ്, അതാണ് ഇവിടെ ഇറങ്ങാൻ കഴിയാത്തത്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്കും ഞങ്ങളെ. അപ്പോൾ ഞാൻ ഒരുപാട് ബാസ്കറ്റ്ബോൾ എൻ്റെ ഓരോ ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഈ വില്ല, നമ്മളെ ഈ വീടിന്റെ വില്ലയിലത്തെ ക്ലബ് ഹൗസിലാണ്. ഈ ക്ലബ് ഹൗസിന്റെ സൈഡിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാം. ഇതാണ് ക്ലബ് ഹൗസ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഷട്ടിലൊക്കെ കളിക്കാം. പൊളി സെറ്റപ്പാണ് ഇതൊക്കെ. ഇവിടെ നമ്മൾ കളിക്കാറില്ലെന്നുള്ളൂ. നോക്കാണോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മളെ സ്വിമ്മിംഗ് പൂളിലാണ്. സോ ഈ ഒരു പൂള് കാരണമാണ്, ഒന്ന് കാണിച്ചെടുത്താ വേഗം കാണിച്ചെടുക്കും. ഓക്കെ, ഈ ഒരു പൂള് കാരണമാണ് ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കണത്. എൻ്റെ ഫ്രണ്ട് ഹബീബ് ഉണ്ട്. ഓൻ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടാളും സ്വിമ്മിങ്ങിന് ഇറങ്ങി. ഞാൻ ഇതുവരെ ഇങ്ങോട്ടൊന്നും പോന്നിട്ടുണ്ടല്ലേ. നമുക്ക് നമ്മളെ റൂം എന്താ പറയുക എഡിറ്റിങ് സെറ്റപ്പ് അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഇങ്ങോട്ട് വന്നപ്പോൾ സ്വിം ചെയ്യാൻ നേരത്തെ എനിക്ക് ഒരു വർഷം മുമ്പ് കൈക്കൊന്ന് പറ്റിയിരുന്നു. സോ അത് പിന്നീട് രണ്ടാമതും വെള്ളത്തിലിറങ്ങിയ പണിയായി. അതാണ് സംഭവിച്ചത്. ഇപ്പം ഇങ്ങനെ കെട്ടി നടക്കുന്നത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ റെഡി ആവില്ല. ഞാൻ ഇവളെ ഞാൻ ഇറക്കും. ഇവളെ കൈ കൂടി ഒന്ന് ശരിയാക്കിയിട്ട് വേണം. ഒരുപാട് പഠിച്ചതാ. അങ്ങനെ സാലിഹാക്കി എത്തി. അത് പൂട്ടുന്നു, സ്വിമ്മിംഗ് പൂൾ പൂട്ടുന്നു. ഇങ്ങനെ മര്യാദ കൂട്ടില്ല. അയ്യോ ഗൈസ്, വളരെ വളരെ ടയേർഡായി. കാരണം കുറേ ആയി, വെയിലാണ് പുറത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാത്തത്. നല്ല കട്ട വെയിലാണ്, ഇറങ്ങാൻ തന്നെ വെയില. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. അങ്ങനെ ഇനി അടുത്ത വർഷം അല്ലേ, അടുത്ത വർഷമൊക്കെ ചെയ്ത് ഇവളുടെ ഡിസംബറിൽ വരുന്നുണ്ട്. ഇനി അന്ന് കാണാം ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ. അപ്പൊ ഇതിന്റെ ഒരുവിധം എല്ലാ ഷോർട്സും എടുത്തത് ഇവളാണ്, ഈ ക്യാമറ ഒക്കെ എടുത്തത്. സോ മൊത്തം പണിയായിടുന്ന് എനിക്കറിയാം. ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇത് അതിലേക്ക് എഡപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. കാരണം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. ക്യാമറ ഒന്നും പറയണ്ട, എന്തൊക്കെയാണ് എനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. ഓക്കെ, സോ അടുത്ത നല്ലൊരു ടെക്നോളജി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ഞങ്ങൾ ഒക്കെ ചെയ്യാം. ഓക്കെ, ഈ അടുത്തുള്ള ടെക്നോളജി വീഡിയോ കാണാം. ഓക്കെ, സീ യു സൂൺ.